ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആവോലി മീൻ, ബ്ലാക്ക് പ്രോൺഫിറ്റ്, ഈ മീൻ കൊണ്ടൊരു കുരുമുളക് കറി, അതായത് ആവോലി മീൻ പെപ്പർ കറി. അതിനായി 1 കിലോയുടെ ഒരു ആവോലി മീൻ കട്ട് ചെയ്ത് സ്ലൈസായി എടുത്ത് അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: കടുക്, ഉലുവപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് 1 കൂടം വെളുത്തുള്ളിയാണ്. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഒരു 25 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി. നമ്മൾ ഈ കറിക്ക് പിഴുപുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി കുതിരാനായി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം, നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇടയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി ലേശം. ഇനി നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ മീനിലോട്ട് കുറച്ച് പൊടികളുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ കറിയിൽ കൂടുതലും കുരുമുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂർ. സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർക്കാം. എല്ലാം പൊട്ടിപ്പൊട്ടി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർക്കാം. ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ഉള്ളി ചതച്ചതും കൂടെ ചേർക്കാം. അത് കുഴപ്പമൊന്നും ഇതെല്ലാം വരുന്ന സമയം നമുക്കൊരു തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറന്നു പോകുന്നു. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴലിട്ട് എല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടിയും കൂടി ഇതിൽ ചേർക്കാം. എല്ലാം ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല പൊട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കുറച്ച് എടുത്തത്. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പിഴുപുളി ചേർക്കാം.
അത് ഇതിലൊന്ന് കിടന്നൊന്ന് തിളക്കട്ടെ. എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഈ സമയം നമുക്ക് 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും ഒരു തിള വരട്ടെ. അടച്ച് വെച്ച് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പുറക്കിയിടാം. നേരത്തെ നമ്മൾ മസാല പുരട്ടിയ മീൻ കഷ്ണമാണ്. വെച്ച് നമുക്ക് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കാം. ഇത് പെട്ടെന്ന് വേവും മീൻ. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. നമ്മൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമ്മൾ ആകെ 1 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു നുള്ളു ഉലുവയുടെ പൊടി ചേർക്കാം. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ആവോലി മീൻ കുരുമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് ചാറുണ്ട്. ആവോലി മീൻ കുരുമുളക് കറിയാണിത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. ആവോലി കുരുമുളക് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.